നാട്ടുകാർ സംശയം പറയുന്ന സ്ഥലങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. ഞാൻ നിൽക്കുന്നത് വെള്ളാർമല സ്കൂൾ റോഡിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ തെരച്ചിൽ നടക്കുന്നു. ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ നാട്ടുകാരൊക്കെ തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ വീടുകളുള്ള സ്ഥലമായിരുന്നു. പുഴ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്നത് അക്കരെ കൂടിയായിരുന്നു. ഉരുൾപൊട്ടലിന് ശേഷമാണ് പുഴ ഇതുവഴി വന്നത്. ആ സമയത്ത് നാട്ടുകാർ ചില ആളുകൾ വന്ന് സംശയം പറഞ്ഞു, കുട്ടികളെ കാണാതെ, രണ്ട് കുട്ടികളാണ് കാണാതെ, രണ്ട് കുട്ടികളോടെ കാണാതായി എന്ന് പറഞ്ഞു ഇപ്പോൾ കിട്ടാനുള്ളത്. അപ്പോൾ അവർ ഉമ്മ പറഞ്ഞ് ഇവിടെ മണ്ണിലേക്ക് താന്നു പോകുന്നതായി തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരൊരു സംശയത്തിൽ നമ്മളൊരു കിണർ ഇവിടെ വീട് പണി എടുത്തുകൊണ്ട് ഒരു കിണറുണ്ടായിനി. ആ കിണറ്റിലൊന്ന് നോക്കാന്നുള്ള ജസ്റ്റ് മാതി നോക്കിച്ചാണ് അതിൽ. ഇവിടെ വീട് പണി എടുത്ത ആളാണ്. ഞാനിതാ ഈ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിന് ആ സമയത്ത് പിന്നെ 2 മാസത്തോടെ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഷെഡിലാണ് താമസിക്കുന്നത്. ഷെഡിൽ നിന്ന് പുറത്തേക്ക് ചാടി നേരെ കിണറ്റിക്കാണ്. എത്ര കുട്ടികൾ? 2 പേര്. 2 കുട്ടികൾ മിസ്സിംഗ് ഉണ്ട് ഇവിടെ. ആരെങ്കിലും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു? അതിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു മിംസ് ഹോസ്പിറ്റലിൽ കുട്ടികളെ ഉമ്മ. പിന്നെ അവിടുത്തെ വീട് നാഥന് അയാൾ മരണപ്പെട്ടു പോയി. അയാളെ നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത്. ഉമ്മ എന്താ പറയുന്നത്? ഇവിടുന്ന് കുട്ടികളെ ചോദിക്കും, ഓർമ്മ വരുമ്പോൾ അങ്ങനെ കുട്ടികളെ ചോദിക്കും. കുട്ടികളിങ്ങനെ മണ്ണ് താന്നു പോകുന്നത് കണ്ടതാണ്. ഞങ്ങൾ രാവിലെ വന്ന് രക്ഷപ്പെടുത്തിന് രാവിലെ ഫസ്റ്റ് ദിവസം തന്നെ വന്നിരുന്നു. അന്ന് അവരൊക്കെ നമ്മളാണ് വന്ന് രക്ഷപ്പെടുത്തി വിട്ടത്. പിന്നെ ഓരോ ജീവനോടെയും രക്ഷപ്പെട്ട് ജീവനില്ലാത്ത ആളുകളൊക്കെ നമ്മൾ മിംസിലേക്ക് ഹോസ്പിറ്റലിലേക്ക് അന്ന് ഉമ്മ പറഞ്ഞു വെച്ച് ഇന്ന് വന്നതാണ്. പിന്നെ ഇതിന് മുമ്പ് നമുക്ക് വരാൻ പറ്റില്ല. പിറ്റേ ദിവസം മുതൽ അവിടെ നമ്മളെ തടയാണല്ലോ. അതുകൊണ്ട് ഇവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കാനോ പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടെ ബ്ലോക്ക് ആയത് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പുറത്തുള്ള ആളെ, നമ്മൾ റിപ്പന്ന സ്വദേശിയാണ്, മേപ്പാടി ഉള്ളതല്ല, റിപ്പന്ന സ്വദേശി, ഈ ചൂരന്മലക്കാരനല്ല ഞാൻ. ഇദ്ദേഹം ഉൾപ്പെടെ അന്ന് രാവിലെ വന്ന് തെരച്ചിൽ നടത്തിയതാണ്. ആ സമയത്താണ് 2 കുട്ടികളെ നഷ്ടമായത് ഉമ്മ പറയുന്നു. ഉമ്മ മേപ്പാടിയിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അങ്ങനെയാണ് ഫയർഫോഴ്സിന്റെ ടീം ഇന്നിവിടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തിയത്. കിണറുള്ള ഭാഗത്താണ് തെരച്ചിൽ നടത്തിയത്. സാറ് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾ രാവിലെ ഈ പിന്നെ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഇറ്റാച്ചി കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തി. അപ്പം നമ്മൾ ഈ ഇവിടെ 3 പേര് മിസ്സിംഗ് ഉണ്ട ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ മാക്സിമം ചെയ്യാവുന്നിടത്തോളം, അതായത് ഒരു ചെറിയ കിണറാണ്, ഒരു 15 അടി താഴ്ചയുള്ള കിണറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കാണിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ തെരച്ചിൽ നടത്തി. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വന്ന മണ്ണ് മൊത്തം നമ്മൾ നീക്കം ചെയ്തു. പക്ഷേ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ മണ്ണ് മാറ്റി ഇവിടെ തന്നെയുള്ള മണ്ണിന്റെ അവിടം വരെ എത്തിയല്ലേ? അതെ, ഞങ്ങൾ പുതിയ മണ്ണ് കാണുന്നവരെ, അതായത് പുതിയ കിണറിന് ആഴം കൂട്ടുന്ന ഘട്ടം എത്തില്ലേ, ആ സമയത്ത് നിർത്തിയിട്ട് അതിന് ശേഷം ആ കിണർ ഇത് റോഡ് സൈഡിലായിരുന്നു. ഞങ്ങൾ മണ്ണിട്ട് മൂടി ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾ പറയുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ തെരച്ചിൽ നടത്തും തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ഇവിടുന്ന് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പ്രദേശത്തിന്റെ കിടപ്പ് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ച് അവർ കൃത്യം പറയുന്ന സ്ഥലത്ത് ഒരു പോയിന്റും വിട്ടുപോകാതെ ഞങ്ങൾ ആൾക്കാരെ അവസാനം കണ്ട സ്ഥലങ്ങൾ, സംശയിക്കുന്ന സ്ഥലങ്ങൾ, ഈ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ മുഴുവൻ നോക്കിയതിന് ശേഷം ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകുള്ളൂ. താങ്ക് യു. ഇതേ രീതിയിലാണ് തെരച്ചിൽ ഇന്ന് പുരോഗമിക്കുന്നത്. നാട്ടുകാരിൽ ചില ആളുകൾ മാത്രമേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ക്യാമ്പിൽ നിന്ന് ആളുകളും പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഇന്നത്തെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ആളുകൾ എത്താത്തത്. പക്ഷേ കടന്നു വന്ന ആളുകൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് ഇതേ രീതിയിൽ ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകർ NDRF ഒക്കെ തന്നെ പരിശോധന നടത്തി വരികയാണ്. വയനാട്ടിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സുവൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.